അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യേശുക്രിസ്തു എങ്ങനെ ഉരുവാക്കപ്പെട്ടുവെന്നും യേശുക്രിസ്തുവിൻ്റെ മേൽ വന്ന അഭിഷേകം എന്താണെന്നും യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണം എന്താണെന്നും നാം ചെറുതായി ഒന്ന് കണ്ടുവരികയായിരുന്നു. യേശുക്രിസ്തു ഉരുവാക്കപ്പെട്ടത് ആത്മാവിനാലാണ്. അതെന്തിനു വേണ്ടിയാണ്? അവനൊരു വിശുദ്ധനായി, അവനൊരു നീതിമാനായി, കർത്താവ് പ്രസാദിക്കുന്ന നിലവാരമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവന് അവൻ ആത്മാവിനാൽ അവൻ ഉരുവാക്കപ്പെട്ടു. അപ്പോൾ ഉരുവാക്കപ്പെട്ടവർ അവൻ ദൈവ സ്വഭാവത്തിൽ, ദൈവ നീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനാണ്. ഇനി അഭിഷേകം നാം കണ്ടു. ദുഷ്ടമേ വെറുത്തു നീതിയെ ഇഷ്ടപ്പെടുകയാൽ കൂട്ടുകാരിൽ പരമായി ദൈവം അവനെ ആനന്ദതൈലത്താൽ അഭിഷേകം ചെയ്തു. അപ്പോൾ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലത്താൽ അഭിഷേകം ചെയ്യാൻ കാരണം അവൻ നീതിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പം നീതിയെ ഇഷ്ടപ്പെട്ടതിനാൽ ആനന്ദതൈലത്താൽ അഭിഷേകം നടന്നു. ആ ആനന്ദതൈലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമാണെന്ന് വൈദ്യനായ ലൂക്കോസ് പ്രവൃത്തിയുടെ പുസ്തകം 10:38 വളരെ ആധികാരികമായി എഴുതി വച്ചിരിക്കുന്നു. അർത്ഥാൽ സങ്കീർത്തനം 45 പറഞ്ഞ ആനന്ദതൈലം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമുള്ള അഭിഷേകമാണെന്ന് വൈദ്യൻ പ്രവൃത്തി 10:38 കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. നോക്കൂ, അപ്പോൾ അഭിഷേകം വേറെ. ഇനി യേശുക്രിസ്തുവിൻ്റെ തേജസ്കിരണം മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യം വായിച്ചു നോക്കുമ്പോൾ കാണാം. അവിടെ അവൻ രൂപാന്തരപ്പെട്ടു. രൂപാന്തരപ്പെട്ട യേശുവിനെ കണ്ട പത്രോസ് എന്താ പറഞ്ഞത്? ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് ഏലിയാവിന് വേണ്ടി, മറ്റൊന്ന് മോശയ്ക്ക് വേണ്ടി, മറ്റൊന്ന് നിനക്ക് വേണ്ടി. എന്നാൽ എന്താ കർത്താവ് എന്താ പറഞ്ഞത്? തൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷമല്ലാതെ ഈ രൂപാന്തരത്തെക്കുറിച്ച് ആരോടും മിണ്ടിപ്പോകരുത് പറഞ്ഞു. അർത്ഥാൽ ക്രിസ്തുവിൻ്റെ അകത്ത് രൂപാന്തരപ്പെട്ടപ്പോൾ അവിടെ നടന്ന സംസാരമോ ചിന്തയോ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മാത്രമായിരിക്കണം. മോശയും ഏലിയാവും വന്നതുപോലെ അവനായിരിക്കണം. അപ്പൊ തേജസ്കിരണം, തേജസ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ദൈവത്തിന് വേണ്ടി ആ വ്യക്തി സമ്പൂർണമായി ഒഴിക്കപ്പെടുവാനുള്ള ലക്ഷ്യത്തിലേക്ക് ആ വ്യക്തിയെ നടത്താനാണെന്ന് ക്രിസ്തുവിൻ്റെ മറുരൂപമല്ല നമ്മോട് പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ദേവസി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മുഖത്ത് തേജസ് ദൈവാത്മാവിനാൽ വെളിപ്പെട്ടവനായി തൻ്റെ സഹോദരിയെ രക്ഷയിലേക്ക് നയിച്ച പ്രിയ സഹോദരൻ നിത്യവിലേക്ക് മറയപ്പെട്ടു. തൻ്റെ സഹോദരിയും കുടുംബവും കർത്താവിനെ അറിഞ്ഞു. അപ്പോൾ തേജസ് എന്നൊന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അഭിഷേകത്തിൻ്റെ പ്രത്യേകത, ആനന്ദമേലത്തിൻ്റെ പ്രത്യേകത കർത്താവ് പറഞ്ഞു, ആ ആത്മാവ് എൻ്റെ മേലുണ്ട്, ആത്മാവ് മേലുണ്ട്. അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് പോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും കർത്താവിന് അവൻ്റെ രാജ്യത്തിൽ ശുശ്രൂഷക്കാരായിട്ട് വേണം. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം, കൂലിക്കാരുടെ എണ്ണം കൂടുന്നു, വേലക്കാരെ കിട്ടാനില്ല. വേലക്കാരെ വേണം കർത്താവിന്. എന്താ കൂലിക്കാരും വേലക്കാരും നമ്മളെ വ്യത്യാസം? കൂലിക്കാരൻ അവൻ സമയത്തിന് കിട്ടുന്ന കൂലിക്കനുസരിച്ച് പണിയും. വേലക്കാരൻ അവന് കൂലിയല്ല പ്രശ്നം, അവനെ ഏൽപ്പിച്ച കാര്യം നിവർത്തിക്കുകയാണ് അവൻ്റെ പ്രശ്നം. അവൻ അതിനകത്ത് അവൻ നിപുണനാണ്, അതിനകത്ത് അവൻ സമർപ്പണമുള്ളവനാണ്. കർത്താവിന് വേണ്ടത് കൂലിക്കാരിയല്ല, കർത്താവിന് വേണ്ടത് വേലക്കാരിയാണ്. അവൻ്റെ രാജ്യത്തിൽ അവന് ആളെ ആവശ്യമുണ്ട്, അഭിഷക്തന്മാരെ അവന് ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സഹകരിക്കുന്നവരെ അവന് ആവശ്യമുണ്ട്, ആത്മാവിന് അകത്ത് വളരുവാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നവരെ അവന് ആവശ്യമുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിൽ നിങ്ങൾ ശുശ്രൂഷകന്മാരായി മാറാൻ ദൈവാത്മാവിനാൽ നിങ്ങൾ വളർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം പ്രാധാന്യത കൊടുക്കേണ്ടത് ശുശ്രൂഷയ്ക്കല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ആദ്യം പ്രാധാന്യത കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിനാണ്. പിതാവാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച യേശുവിൻ്റെ മേലാണ് അഭിഷേകതൈലം വീണത്. 3.5 വർഷം ശുശ്രൂഷ,
30 വർഷം ജീവിതം. 30 വർഷം ജീവിച്ചവനാണ് 3.5 വർഷം ശുശ്രൂഷിച്ചത്. ശുശ്രൂഷ 3.5 വർഷം മതി, ലോകരാജ്യങ്ങളെ മൊത്തം സ്വാധീനിക്കാം. അതുകൊണ്ട് ശുശ്രൂഷിക്കുന്ന വർഷങ്ങളുടെ വലിപ്പമോ സ്റ്റേജുകളുടെ പെരുപ്പമോ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണമൊന്നുമല്ല വിഷയം. നിന്നെ ദൈവം ഏൽപ്പിച്ചവ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് 2 വിശ്വാസികളുടെ മുമ്പിലാണോ? അത് മതി. ദൈവം ഏൽപ്പിച്ചവ ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്. ഒരു രാജ്യത്താണെങ്കിൽ ഒരു രാജ്യത്ത്, അല്ല 200 രാജ്യങ്ങൾ ഓടിമടക്കണമെങ്കിൽ അതൊന്നും വലിപ്പ ചെറുപ്പം കൂടാതെ ദൈവം ഏൽപ്പിച്ചെന്ന ഉത്തരവാദിത്വത്തോടെ താഴ്മയോടെ എത്ര ഓടിയാലും എത്ര പ്രയോജനപ്പെട്ടാലും ജീവിതത്തിന്റെ മൂല്യം കളയാതെ നിൽക്കാൻ നീ വളർന്നാൽ നിന്റെ മേൽ അഭിഷേക തൈലം വ്യാപരിക്കാൻ തുടങ്ങും. ആ തൈലത്തിന്റെ പ്രത്യേകത, ജീവിതമുള്ളവന്റെ മേൽ തൈലം വ്യാപരിച്ചാൽ, നീതിമാന്റെ മേൽ അഭിഷേക തൈലം വ്യാപരിച്ചാൽ, ആ അഭിഷേക തൈലം സമൂഹത്തെ തൊടാൻ തുടങ്ങും. സമൂഹത്തെ സ്പർശിക്കുന്നത് ഉപദേശമല്ല. ഉപദേശം സഭയ്ക്കകത്ത് വന്നവരെ ക്രിസ്തുവിന്റെ തലയോളം വളർത്തുന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സമൂഹത്തോട് നിങ്ങൾ ഉപദേശമല്ല പറയേണ്ടത്, സമൂഹം കാണേണ്ടത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. ആ ശക്തി അനുഭവിച്ചവർ ഉപദേശം കേൾക്കട്ടെ. നിങ്ങൾക്ക് ഇന്ത്യയെ മൊത്തം ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കരുത്. പക്ഷേ നിങ്ങൾ ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നാൽ, നിങ്ങൾ ഒറ്റ വ്യക്തി മുഖാന്തരം 127 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ സ്പർശിക്കാമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അഭിഷേകത്തിന് തകർന്ന ഹൃദയങ്ങളെ തൊടാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, അഭിഷേകത്തിന് ബന്ധിക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരാൻ ശക്തിയുണ്ട്. അഭിഷേകം തടവുകാരെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അഭിഷേകം ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കും. അഭിഷേകം വെണ്ണീറിന് പകരം, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, നമുക്ക് ദുഃഖത്തിന് പകരം അത് ആനന്ദവേലും കൊടുക്കുന്നവനാണ്. അർത്ഥാൽ വ്യക്തികളെ സ്പർശിക്കുന്നതാണ് അഭിഷേകം. വ്യക്തികളുടെ അവസ്ഥ മാറ്റുന്നതാണ് അഭിഷേകം. ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വചനമാകിയാൽ, പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവിൽ അവൻ അഭിഷേകത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വീണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ ആത്മാവ് തൊടാൻ തുടങ്ങും, നിന്റെ മേൽ ആത്മാവിന്റെ സ്പർശനം വരാൻ തുടങ്ങും, നിന്റെ മേൽ ആത്മാവ് വീഴാൻ തുടങ്ങും. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും, ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ദുരാത്മാക്കളും ദുർഭൂതങ്ങളും നിന്റെ കുടുംബം വിട്ട്, കുടുംബത്തിന്റെ അതിർത്തി വിട്ട് ഈ സെക്കൻഡിൽ മാറാൻ തുടങ്ങും. നിന്റെ കുടുംബത്തിനകത്ത് അപശബ്ദങ്ങൾ മുടങ്ങുന്നോ, രാത്രി നിന്നെ കിടത്താതിരിക്കുന്നുവോ, വലിച്ച് താഴെയിടുന്നുവോ, ഇങ്ങനെ പല വിധത്തിലുള്ള പൈശാചിക പോരുകളും പോരാട്ടങ്ങളും കുടുംബങ്ങളെ കാർന്നു പിന്നുമ്പോൾ ഇന്ന് ശക്തിയോടെ കർത്താവിന്റെ വചനം കേൾക്കുക. പരിശുദ്ധാത്മാവാകുന്ന ആ തൃത്വത്തിൽ മൂന്നാമൻ നിന്റെ മേൽ ഇപ്പോൾ ചലിക്കാൻ തുടങ്ങും. അവൻ ചലിക്കാൻ തുടങ്ങിയാൽ നീ ഒരു വേറൊരു വ്യക്തിത്വമായി മാറ്റപ്പെടുകയാണ്. നിന്റെ പേര് നടുതല എന്നായി മാറും. നിന്റെ പേര് യഹോവയുടെ നീതിവൃക്ഷം എന്നായി മാറും. അവിടെ യശയ്യാവിന്റെ പ്രവചനത്തിൽ യശയ്യാ പറയുന്നത്, അവർ ശൂന്യതകളെ പണിയും, അവർ ശൂന്യ നഗരങ്ങളുടെ കേടുപോക്കും, അവർ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ തകർന്നു കിടക്കുന്നത് ശൂന്യമായവന് അവർ പണിയാൻ തുടങ്ങും. ആര്? തടവിൽ കിടന്നവര്, ആര്? ബന്ധിക്കപ്പെട്ടവര്, ആര്? ഹൃദയം തകർന്നവര്. ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു പഴയ ചരിത്രമുണ്ട്. നോക്കൂ, ആ ഒന്നിനും ഗതിയില്ലാത്ത, ഒന്നിനും സാവകാശമില്ലാത്ത, ആരോടും പറയാൻ പറ്റാത്ത ജീവിത ശൈലിയുടെ ഉടമസ്ഥനായി തകർന്നു കിടന്ന എന്നെ രക്ഷിച്ചത് എൻ്റെ കർത്താവിൻ്റെ തലമേലുള്ള ആനന്ദതൈലമാണ്. ആ അഭിഷേക തൈലമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. ഈ തൈലത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ അത് നിന്നെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങുമോ? എന്താ യശയ്യാ പ്രയോഗിച്ച് പറഞ്ഞത്? ദുഃഖിതന്മാർക്ക് അവൻ ആനന്ദതൈലം കൊടുക്കുമെന്ന്. ആനന്ദതൈലം ആർക്കുള്ളവ? അത് കർത്താവിന്റെ മേൽ വേണമാണ്. കർത്താവിന്റെ മേൽ വേണം ആനന്ദതൈലം. ഇന്ന് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ പകരുവാൻ സ്വർഗം കാത്തിരിക്കുകയാണ്. ആ അഭിഷേക തൈലം, ആ ആത്മാവ് തലമേൽ വ്യാപരിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് യശയ്യാ എന്ന പ്രവാചകൻ പ്രവചിച്ച അടുത്തൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. യശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, അവൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും, അവൻ നിലവിളിക്കയില്ല. ഈ ആത്മാവ് മേലുള്ളവൻ, ഈ ആത്മാവ് അകത്ത് അധിവസിക്കുന്നവൻ, അവൻ നിലവിളിക്കുകയില്ല, അവൻ ഒച്ച ഉണ്ടാക്കുകയില്ല,
അവൻ തെരുവിധിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. അവൻ്റെ തലയിൽ അവർ മുൾക്കിരീടം അടിച്ചിറക്കി. അവൻ്റെ മുഖത്തെ രോമങ്ങൾ അവർ വലിച്ചു പറിച്ചു. അവൻ്റെ പുറം അവർ ഉഴവച്ചാൽ പോലെ ഉഴുതുമറിച്ചു. ഏഴാഴ്ചീന്തിയ ചാട്ടവാറിൻ്റെ അറ്റത്ത് കൊളുത്തിയിട്ടിരിക്കുന്ന ചൂണ്ടക്കൊളുത്തുകളും ഈയക്കട്ടികളും ആ അസ്ഥികഷ്ണങ്ങളും കൊണ്ട് അവൻ്റെ പുറം അവർ മാറി മാറി അവർ ഉഴവുകാർ ഒരു വയൽ ഉഴുതുമറിക്കുന്ന പോലെ അവർ അവൻ്റെ പുറം ഉഴുതുമറിച്ചു. നോക്കൂ, കിരാത ആക്രമണങ്ങളാൽ നമ്മുടെ കർത്താവ് അവൻ തകർക്കപ്പെട്ടിട്ടും അവർ ഉടയപ്പെട്ടിട്ടും, നോക്കൂ, ഗതസമനം മുതൽ നോക്കൂ പീലാത്തോസിന്റെ കൽത്തളത്തിലൂടെ കാൽവരുടെ കുലത്തളം വരെ വീണുമെഴുന്നേറ്റും പച്ചപ്പൈന്മാരെ കുരിശിച്ചു വന്നുകൊണ്ട് കാൽവരിലേക്ക് നടകൊണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കർത്താവിന്റെ വായിൽ നിന്ന് അയ്യോ എന്നൊരു പദം പുറത്തു വന്നില്ല. ഒരു വേവലാതി, ഒരു ആവലാതി, ഒരു ഞരക്കം, ഒരു നെടുവീർപ്പ് അവന്റെ പുറത്തു വന്നില്ല. കാരണം എന്താ അറിയാമോ? അവന്റെ മേൽ വീണ അഭിഷേക തൈലം, ആ മറുവ മലയുടെ മേൽ വന്ന ആ തേജസ്കരണം അവനെ ശക്തിപ്പെടുത്തിയിരുന്നു. അവന്റെ ഒച്ച പുറത്തു വന്നില്ല കേട്ടോ, അവന്റെ ശബ്ദം പുറത്തു വന്നില്ല. എന്തിനു വേണ്ടിയാണ് അത് നടന്നതെന്ന് തൊട്ടു താഴെ യെശയ്യാ വിവരിക്കുന്നുണ്ട്. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നവരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. അന്ന് പുറത്ത് പച്ചപ്പൈന്മാരെ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിലേക്ക് നടന്നപ്പോൾ മിണ്ടാതെ സഹിച്ചുകൊണ്ട് മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്ന ജനത്തിന്റെ സന്തോഷമോർത്തുകൊണ്ട് സഹനത്തോടെ കാൽവരിലേക്ക് സകലതും സഹിച്ചു നടന്ന ഒച്ച ഉണ്ടാക്കാതിരുന്ന എൻ്റെ കർത്താവിന്റെ ഉപദേശം കേട്ട് ദ്വീപുകൾ കാത്തിരിക്കുന്നു എന്ന് യെശയ്യാവ് BC 700 എഴുതി വെച്ചു. തൊട്ടുതാഴെയുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ യെശയ്യാ പറയുകയാണ്, 3-ാം വാക്യം, അവൻ ചതഞ്ഞ ഓട അവൻ ഓടിച്ചു കളയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു ഓടക്കുഴൽ ചതഞ്ഞു പോയാൽ അതിന്റെ ശബ്ദം പിന്നെ മാധുര്യത്തോടെ പുറത്തു വരില്ല. ഒരു ഓട ചതഞ്ഞാൽ അത് പിന്നെ വേസ്റ്റ് ആണ്, അതിനെ പിന്നെ ആർക്കും വേണ്ട. എത്ര സന്തോഷത്തോടെ കൊണ്ടു നടന്നവരും അത് ഉടഞ്ഞത് കണ്ടാൽ അവനെ വലിച്ചെറിയും. പുകയുന്ന തിരിയോ അത് ആൾക്കാർ കെടുത്തിക്കളയും. കാരണം അത് കഴിഞ്ഞു, അത് കത്തി അവസാനിച്ചു, അവനെ ആർക്കും വേണ്ട. അത് കെട്ടുപോയ തിരിയെ പിന്നെ ആർക്കും വേണ്ട. അതിന്റെ അറ്റമോ അവന്റെ വാലോ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, കർത്താവ് പറയുകയാണ്, അവൻ ചതഞ്ഞ ഓട ഒടിക്കുകയില്ല. ആ ചതഞ്ഞ ഓടയെ അവൻ പുതുക്കി പണിവാൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനാണ്. നീ എത്ര ചതഞ്ഞവനാണെങ്കിലും, നീ എത്ര ഒടഞ്ഞവനാണെങ്കിലും, നിന്നെ ആർക്കും വേണ്ടെങ്കിലും, ആരെല്ലാം നിന്നെ തള്ളിയാലും, നോക്കൂ, നമ്മുടെ കർത്താവിന്റെ മേലുള്ള അഭിഷേക തൈലത്തിന്റെ പ്രത്യേകത ആർക്കും വേണ്ടാത്ത നിന്നെ, എല്ലാവരാലും തള്ളപ്പെട്ടവനെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനെ, നോക്കൂ, ആർക്കും പുതുക്കി പണിയാൻ പറ്റാത്ത നിന്നെ, നോക്കൂ, നിന്റെ മതങ്ങൾ നിന്നെ കൈവിട്ടോ, നിന്റെ ആ കൂട്ടുകാർ നിന്നെ കൈവിട്ടോ, നിന്റെ സഹപാഠികൾ നിന്നെ കൈവിട്ടോ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാം കൈവിട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരെ. എവിടേക്കാ? എൻ്റെ അടുക്കിലേക്കല്ല, കർത്താവിന്റെ അടുക്കിലേക്ക് വാ. നിന്നെ പുതുക്കി പണിയുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. കാരണം അവന്റെ മേൽ അവരിക്കുന്ന അഭിഷേകം അത്ര ശക്തിയുള്ളതാണ്, അത്ര തേജസ്സുള്ളതാണ്. ആ ശക്തിക്കായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ അഭിഷേക തൈലം നിനക്ക് വിടുതലുണ്ടാക്കും, അഭിഷേക തൈലം നിന്നെ സ്പർശിക്കും, അഭിഷേക തൈലം നിന്നെ ക്രിസ്തുവിലേക്ക് ചേർത്ത് പിടിക്കുന്നതാണ്. നോക്കൂ, അപ്പോൾ ഇത് രണ്ടാണെന്നാണ് ഞാൻ ഇത്രയും വിശദാംശങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായി തുറന്നത്. ഒന്ന്, നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തു വരുന്നതാണ്. മറ്റൊന്ന്, നിങ്ങൾ നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ശക്തിയോടെ വരുന്നു. ആ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആത്മപ്രാപണം പ്രാപിക്കുന്നു. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് വരുന്നു. ഇത് സഭയോടെ ബന്ധത്തെ അങ്ങനെ ഉണ്ടോ? നിശ്ചയമായിട്ടുണ്ട്. യേശു ക്രിസ്തു, നമുക്ക് പെസഹയുടെ അന്ന് രാത്രി അവൻ മരിച്ച് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ അന്ന് രാത്രി അടയ്ക്കപ്പെട്ടിരിക്കുന്ന മുറിക്കകത്ത് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്താ ചെയ്ത് കർത്താവ്? ഒടുവിൽ കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ, പുനരുത്ഥാനം ചെയ്ത കർത്താവ്, മരണത്തെ ജയിച്ച കർത്താവ്, കല്ലറയെ ജയിച്ച കർത്താവ്, പാതാളത്തെ തകർത്ത കർത്താവ്, അവൻ ഊതി ശിഷ്യന്മാരുടെ മേൽ അവൻ പരിശുദ്ധാത്മാവിനെ പകർന്നു. അർത്ഥാൽ ശിഷ്യന്മാരുടെ അകത്തിപ്പോൾ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. എപ്പോഴുണ്ട്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്ന് രാത്രി കയറി. അപ്പോൾ പിന്നെ പെന്തക്കോസ്ത് നാളിൽ എന്താ നടന്നത്? പെന്തക്കോസ്ത് നാളിൽ അവരുടെ അകത്തല്ല ആത്മാവ് വന്നത്, പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേലാണ് ആത്മാവ് വന്നത്. അപ്പൊ അകത്ത് ആത്മാധിവാസം വേറെ, മേൽ വരുന്ന ആത്മാവ് വേറെ. മേലെന്തിനാ ആത്മാവ് വന്നത്? ആത്മാവ് വന്നത് അവരെ ശുശ്രൂഷിക്കാനായി പുറത്തിറക്കാനാണ്. അകത്ത് വന്നവോ നോക്കി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞ് അവരുടെ മേലെ ആത്മാവ് വന്നു. അവരുടെ അകത്ത് ആത്മാവിനെ ഊതി അവരുടെ അകത്തേക്ക് കർത്താവ് കൈമാറി. നോക്കി, എന്നിട്ട് എന്താ പറഞ്ഞേ?
എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പത്രോസ് 7 പേരെയും വിളിച്ചുകൊണ്ട് പുള്ളി പണ്ടത്തെ പണിക്ക് പിന്നെ മീൻ പിടുത്തത്തിന് പിന്നെയും പോയി. അപ്പൊ അകത്ത് കർത്താവിന്റെ ജീവൻ വന്നതുകൊണ്ട്, അകത്ത് കർത്താവ് പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് പത്രോസ് പിന്നെ പിന്മാറി പോകാതിരുന്നില്ല. പത്രോസ് പിന്നെയും പഴയ പണിക്ക് പോയി. പിന്നെയും അവൻ നോക്കൂ, അവൻ നഗ്നനായി പടകിൽ നിന്ന് അവൻ കടലിലേക്ക് എടുത്ത് ചാടി. ആരെ കണ്ടപ്പോൾ? കർത്താവിനെ കണ്ടപ്പോൾ. പക്ഷേ അവന്റെ അകത്ത് കർത്താവിന്റെ ആത്മാവുണ്ടായിരുന്നു. അവന്റെ മെച്ചം എന്താണ്? പിന്മാറിപ്പോയ പത്രോസിന്റെ അടുക്കിലേക്ക് നമ്മുടെ സാക്ഷാൽ നമ്മുടെ കർത്താവ്, ജീവിപ്പിക്കുന്ന ആത്മാവായവൻ, അവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് വെളുപ്പാങ്കാലത്ത് അവരടുക്കലേക്ക് ചെന്നു. കനലിന്മേൽ ചുട്ടുവച്ച അടയുമായി അവരടുക്കലേക്ക് അടുത്തിയപ്പോൾ കർത്താവ് പത്രോസിന് ചോദിച്ചു, പത്രോസേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? പത്രോസിനെ ആ ഗലീല കടലിന്റെ തീരത്ത് വെച്ച് മടക്കി വരുത്തുന്ന കർത്താവിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് പത്രോസ് കർത്താവിലേക്ക് മടങ്ങി വരുന്നത്. എന്തുണ്ടായി നോക്കൂ. 40-ാം ദിവസം ശിഷ്യന്മാർ നോക്കി നിൽക്കെ നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യപ്പെട്ട ശേഷം ശിഷ്യന്മാർ ഇതാ യെരുശലേമിലേക്ക് അവർ മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന വഴിക്ക് അവർ മാളിക മുറിയിൽ അവർ കയറിയെന്ന് അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം നമ്മെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നുണ്ട്. ആ മാളിക മുറിയിൽ അവർ 120 പേരുണ്ടായിരുന്നു. അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ച് മത്യാസിനെ ചീട്ടിട്ടെടുത്തു. എന്നാൽ ഇനിയാണ് ചെറിയ പ്രശ്നമുള്ളത്. ഇനി നമ്മൾ പ്രശ്നം കാണുന്നത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞ കാര്യമാണ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 52-ാം വാക്യം. അവർ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് അവർ ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. 1-ാം അധ്യായത്തിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് അവർ ദൈവാലയത്തിൽ ചെന്ന് എല്ലായ്പ്പോഴും അവർ ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അപ്പോൾ അകത്ത് പരിശുദ്ധാത്മാവ് ജീവനായി വന്നതിന് ശേഷം ആത്മാവ് മേൽ വരുന്നതിനിടയിൽ അവർ ചെയ്ത 2 കാര്യം. 1, അവർ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 2, അവർ എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഈ കാര്യം നീ ചെയ്യാമോ? നോക്കൂ, എന്താ ചെയ്യേണ്ടത്? യേശു ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഒന്നുകൂടെ അർത്ഥവ്യാപ്തിയുണ്ട്. അവനെ സ്വീകരിച്ചു, അവനെ റിസീവ് ചെയ്തു. ആര്? യേശുവിനെ. എപ്പോൾ? യേശുവിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചപ്പോൾ. ആ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച നിനക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? ഒരു ആരാധന ജീവിതം നിനക്കുണ്ടോ? സ്തോത്രം പറയുമ്പോൾ ഒരുമിച്ചിരുന്ന് സ്തോത്രം പറയുന്ന അല്ല ആരാധന. ആരാധന ജീവിതമാണ്. കർത്താവിൻ്റെ കാൽക്കൽ, കർത്താവേ, ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കൽ വീഴുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആരാധന ജീവിതം നിനക്കുണ്ടോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നിനക്ക് ഭാരമുണ്ടോ? നിന്റെ ഇടത്തും വലത്തുമുള്ള, അല്ല നിന്റെ പട്ടണത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കർത്താവ് വന്നാൽ നരകത്തിലേക്കല്ലേ പോകുന്നത്? അവരെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് കരയുന്ന ഒരു പ്രാർത്ഥനാ മുറിയുണ്ടോ? നിന്നെ രക്ഷിച്ച കർത്താവിനെ ആരാധിക്കുന്ന ഒരു ആരാധന മുറി നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ മേലെ ആത്മാവ് ചലിക്കാൻ തുടങ്ങും. നിന്റെ മേലെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങാൻ തുടങ്ങും. ആത്മാവിൻ്റെ കനം, ആ ദൈവത്തിൻ്റെ തേജസ്, ആ കാബോധ് നീ അനുഭവിക്കാൻ തുടങ്ങും. അത് ശരീരത്തിൽ അനുഭവിക്കാം. അത് നോക്കൂ, നിന്റെ ത്വക്കിന് അവനെ സ്പർശിക്കാം. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരെ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ പ്രത്യക്ഷത നീ അറിയാൻ തുടങ്ങും. നീ അവനെ അനുഭവിക്കാൻ തുടങ്ങും. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അപ്പൊ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ആരെക്കുറിച്ച് പറഞ്ഞു? യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പൊ വചനം പറയുമ്പോൾ അവിടെ ആത്മാവ് അവിടെ പകരപ്പെടുകയാണ്. അപ്പൊ കർത്താവിന്റെ വചനമാണോ നിന്റെ അകത്ത് വന്നത്? നീ ദൈവത്തിന്റെ വചനത്താലാണോ വീണ്ടും ജനിച്ചത്? നീ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവനാണോ? കഴിഞ്ഞ ദിവസം ബാബുചെറിയാൻ പാസ്റ്റർ ന്യൂ ടെസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനമല്ല, സങ്കീർത്തനത്തിലെ ഗുഹകളല്ല. ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമമാണ്. അപ്പം കത്രാസം പറഞ്ഞു അതേ പദം ഞാൻ പറഞ്ഞു. പഴയ നിയമം വേണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അതേതോ 1-2 പിള്ളേർ പറഞ്ഞതല്ലേ? ബൈബിൾ 66 പുസ്തകങ്ങൾ ദൈവവിശ്വാസ്യമാണ്. അതിനകത്ത് പുതിയ നിയമം വേറെയാണ്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ 27 പുസ്തകം മാത്രമല്ല, പുതിയ നിയമ പുസ്തകങ്ങൾ അതാണ്. പക്ഷെ പുതിയ നിയമത്തിനകത്തുള്ള പുതിയ ഉടമ്പടി നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ കാണാം. ഇത് വേറൊരു ജീവിതമാണ്. പിതാവിനെ വെളിപ്പെട്ട് ആത്മാവകത്ത് നിറഞ്ഞ് ക്രിസ്തു അകത്ത് രൂപപ്പെട്ട് നോക്കൂ, ഈ ഭൂമിയിൽ ഒരു അമാനുഷിക തലത്തിൽ ജീവിച്ച് ജയാളികളായി ക്രിസ്തുവിനോടുകൂടി നിത്യവിൽ ജീവിക്കുന്ന ജീവിതമാണ് പുതിയ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത്. നോക്കൂ, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് തത്രപ്പാട് ഒരുക്കുകയല്ല, ദൈവം നമ്മിൽ ആയി വരികയാ.
എൻ്റെ അകത്ത് ദൈവം രൂപപ്പെടുകയാ. ആര്? ക്രിസ്തു രൂപപ്പെടുകയാ. എത്ര മഹത്വമാണവർ. അത് കാണാൻ നിങ്ങളുടെ കണ്ണിന്ന് പകൽ തുറക്കട്ടെ. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് കാണാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ആ ശക്തിയുടെ 4 പടികൾ പൗലോസ് പറഞ്ഞു. ആ ശക്തി മരിച്ചവരുടെ ഇടയിൽ കടമ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒന്ന്, ആ പുനരുത്ഥാന ശക്തിയുടെ പ്രത്യേകത, അവനെ അത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ശക്തി അവന്റെ അകത്ത് വസിക്കുന്നത്. 2, ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞു, അവനെ സകല നാമത്തിനും മേലെ ഉയർത്തി. 3, നോക്കൂ, സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചു. 4, എല്ലാം നിറയ്ക്കുന്ന, എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന അവനെ നോക്കൂ എല്ലാറ്റിനെ തലയാക്കി മാറ്റി. അപ്പോൾ 1, അവനെ മരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2, അവനെ ഏറ്റവും മുകളിലേക്ക് ഉയർത്തി. 3, എല്ലാം അവന്റെ കാൽ കീഴാക്കി. 4, സകലതിനും അവനെ തലയാക്കി മാറ്റി. ഈ 4 കാര്യങ്ങൾ നടത്തിയത് പരിശുദ്ധാത്മാവല്ലേ? ആ പരിശുദ്ധാത്മാവാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ഇത് കാണാൻ തുടങ്ങിയാൽ പിന്നെ നീ കുട്ടിപ്പിച്ചാനെ പേടിക്കുകയല്ല. ഇത് കാണാൻ തുടങ്ങിയാൽ മന്ത്രവാദി നിന്റെ കാലിന് കീഴില്ല. ഇത് കാണാൻ തുടങ്ങിയാൽ പൂജകളോ മന്ത്രവാദങ്ങളോ തകിടുകളോ ആവിചാരങ്ങളോ പോരാട്ടോ എന്തോ പോരാട്ടം, ഇതൊന്നും നിന്നെ തൊടുകല. അത് തൊടുന്ന വേറെ അകത്ത് കാഴ്ചപ്പാടില്ലാത്തവനെയാ. നോക്കൂ, അത് നോക്കി അതും പറഞ്ഞുകൊണ്ട് കുറെ പേര് മടക്കുന്നുണ്ടല്ലോ. നോക്കൂ, നിങ്ങൾ ലേഖനം വായിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികെ. ബൈബിൾ പറയുന്നു, നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അറിയാൻ തുടങ്ങിയാൽ നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകാൻ തുടങ്ങും. നിങ്ങളുടെ മേൽ ആത്മാവ് ചലിക്കാൻ തുടങ്ങും. ആ ചലിപ്പിക്കുന്ന ആത്മാവ് ശക്തിയോടെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നു. അത് ശക്തിയോടെ നിങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പ്രത്യേകത? ഈ ആത്മാവ് നിങ്ങളുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, പൗലോസ് പറഞ്ഞ അതുകൊണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടവന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. അവൾ വിശ്വാസത്താൽ നീ പ്രാപിച്ച ആത്മാവിനകത്ത് അബ്രഹാമിന്റെ അനുഗ്രഹമുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന ഗലാത്യലേഖനം 3-ാം അധ്യായം വായിക്കുക. അവിടെ 4-5 വാക്യങ്ങളോടെ കാണാം. മിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. അപ്പൊ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമോട് പറഞ്ഞു. അബ്രഹാമിന്റെ സന്തതിക്ക് വാഗ്ദത്തം കൊടുത്തത്. നീ ആരാ? ഗലാത്യലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം. ക്രിസ്തുയേശുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനെ സ്ഥാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവൻ യഹൂദനില്ല, യവനനില്ല, അവൻ സ്വതന്ത്രനില്ല, ആണും പെണ്ണുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുയേശുവിലുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അപ്പൊ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നു. സന്തതികളല്ല, സന്തതിയാകുന്നു. അപ്പൊ സന്തതികളെന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ച് അത്ര പറഞ്ഞിരിക്കുന്നത്. ആ ഏകൻ ക്രിസ്തു അത്രയെന്ന് 3:16 പറഞ്ഞില്ലേ? അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത സന്തതി ആരാ? അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് വാഗ്ദത്ത സന്തതി എന്ന് 3:16 പറഞ്ഞിട്ട് 3:29 പൗലോസ് പറയുന്നു, നിങ്ങളാണ് വാഗ്ദത്ത സന്തതി. അപ്പോൾ വാഗ്ദത്ത സന്തതി ആരാ? ക്രിസ്തു അല്ലേ? 3:23 പൗലോസ് പറഞ്ഞു, ആ സന്തതി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നിങ്ങളാണെന്ന്. കാരണം രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അകത്ത് ക്രിസ്തുവുണ്ട്. സ്നാനപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അകത്തും ക്രിസ്തു, പുറത്തും ക്രിസ്തു. നിങ്ങളുടെ ആത്മാവിലും ക്രിസ്തു, നിങ്ങളുടെ ഹൃദയത്തിലും ക്രിസ്തു, നിങ്ങളുടെ ക്രിസ്തു ശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുന്നു. അർത്ഥാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നു. പൗലോസിന് വ്യാകരണ കുഴപ്പമില്ല. വ്യാകരണം അറിയാത്ത ആളല്ല പൗലോസ്. നിങ്ങൾ എന്ന ബഹുവചനം പറഞ്ഞാൽ സന്തതികൾ എന്ന പ്ലൂറൽ നാം ഉപയോഗിക്കണം. പക്ഷേ നോക്കൂ, ഞങ്ങളിവിടെ പലരുണ്ടെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്ന ക്രിസ്തുവിലാകയാൽ, എല്ലാവരും സ്നാനപ്പെടുമ്പോൾ ധരിക്കുന്ന ക്രിസ്തുവിനെ ആകിയാൽ, ഇവിടെ പലരുണ്ടെങ്കിലും ഇവരെല്ലാവരും ഒന്നാണ്. ഇവരെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എല്ലാവരുടെ അകത്ത് ക്രിസ്തു ഉണ്ട്. വിശ്വാസത്താൽ ക്രിസ്തു എല്ലാവരുടെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നു. വിശ്വാസത്താൽ ക്രിസ്തു എല്ലാവരെയും ധരിച്ചു നിൽക്കുന്നു. അർത്ഥാൽ നാമാണ് വാഗ്ദത്ത സന്തതി, നാമാണ് അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിപ്പാനുള്ളവർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ശാപം പേറുന്നോ? നിങ്ങളുടെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമാണെന്നുള്ള ചിന്ത വരുന്നോ? നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു,
ഭാരപ്പെടണ്ട, തളരണ്ട, ഉടഞ്ഞു പോകണ്ട. നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കുവാൻ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇരിക്കുന്നു. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കേ, എൻ്റെ പാപങ്ങൾക്ക് പകരമായി യേശു മരിച്ചെന്ന് വിശ്വസിക്കേ, നിങ്ങളുടെ അകത്തൊരു വളർച്ച ഉണ്ടെന്ന് വിശ്വസിക്കേ. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി സ്നാനപ്പെട്ട് പള്ളി പോകണം എന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞു വന്നത്. നോക്കൂ, അവിടെ 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞ പദമുണ്ട്. നോക്കൂ, ക്രിസ്തുയേശുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അവിടെ ടെക്കനോൺ എന്ന പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, യോഹന്നാൻ 1:12 ഉപയോഗിച്ചിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ ദൈവമക്കൾ ടെക്കനോണാണ്. എന്നാൽ 3:26 ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വന്ന ടെക്കനോൺ അല്ല, ഹൂയോസ് ആണ്. അവൻ വളർച്ച പ്രാപിച്ചവനാണ്. അവകാശി സർവത്തിനും യജമാനെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവൻ ദാസനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളവനല്ല. അർത്ഥാൽ നിന്റെ അകത്തൊരു വളർച്ച മടക്കണം. അത് നീ ബൈബിൾ വായിക്കണം. സൂത്രപ്പണി ഒന്നും മടക്കുകയല്ല. നീ ചാടിയതുകൊണ്ടും തുള്ളിയതുകൊണ്ടും മറഞ്ഞതുകൊണ്ടും നോക്കൂ ഉപവസിച്ചതുകൊണ്ടോ ഒന്നും ഒരു കാര്യവും മടക്കുകയല്ല. മടക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. അയ്യോ, അപ്പം ഞാൻ ഉപവസിക്കണമെന്ന് പറഞ്ഞോ? ഞാൻ ഉപവസിക്കുന്നവനാണ്. ഞാൻ 40 ദിവസം എല്ലാ വർഷങ്ങളും ഉപവസിച്ചിട്ടുള്ള വ്യക്തിയാണ്. നോക്കൂ, ഞാൻ ഉപവാസം വേണ്ടെന്നല്ല പറഞ്ഞത്. നോക്കൂ, ഉപവാസത്താൽ അല്ല ക്രിസ്തു വളരുന്നതാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു വളരണമെങ്കിൽ നീ കർത്താവിൻ്റെ വചനം വായിക്കണം. വചനത്താലാണ് വളർച്ച മടക്കുന്നത്. മറ്റെല്ലാം അതിന് സഹായകരമാണ്, പക്ഷേ അതല്ല മൂലകാരണം. മൂലകാരണം വചനമാണ്. വചനം പ്രകാശിക്കാൻ പ്രാർത്ഥിക്ക്, വചനം പ്രകാശിക്കാൻ ഉപവസിക്ക്. വചനം പ്രകാശിച്ച് അകത്ത് ജീവന്റെ പുതുക്കമുണ്ടായി ആത്മാവിനെ ശക്തിയോടെ പകർന്ന് ആത്മാവിൽ ക്രിസ്തു വളർന്ന് ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിന്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടുത്തി ഒരു അസാധാരണ വ്യക്തിയായി ആടിച്ചു പൊളിച്ച് ജീവിച്ചോടെ നാടൻ ഭാഷ പറഞ്ഞു. എന്തിനാ തകരുന്നത്? എന്തിനാ തളരുന്നത്? ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും നീ അങ്ങനെ ജയാളിയായി ജീവിച്ചാൽ നിത്യതയിൽ കർത്താവിനോടുകൂടെ നിത്യയുഗങ്ങൾ നോക്കൂ സന്തോഷത്തോടെ ആനന്ദത്തോടെ നോക്കൂ ആസ്വാദകരമായ നിത്യജീവൻ ആസ്വദിക്കുവാൻ ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണടയ്ക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ മഹത്വം കണ്ട് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അനുഭവിപ്പാൻ ഈ ജനത്തെ കർത്താവ് ഒരുക്കണമേ കർത്താവേ. ഇപ്പോൾ അടിയുമേൽ വ്യാപരിക്കുന്ന അഭിഷേക തൈലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ജനത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു അത്ഭുത വിടുതലായി അങ്ങയുടെ കരവരമേൽ ശക്തിയോടെ ചലിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്ത, പുകയുന്ന തിരിയെ കെടുത്താത്ത കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യവും ശക്തിയും അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ അവർ കൊണ്ട് ചെയ്യണമേ കർത്താവേ. തൃക്കരമങ്ങനെ അനുകൂലമാക്കുന്നതിനായ സ്തോത്രം. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ഇത് കേൾക്കുന്ന സകല കുടുംബങ്ങളിലും വെളിപ്പെട്ടു വരട്ടെ. ഞാനിപ്പോൾ അവനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വസിപ്പാൻ അവരുടെ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. മഹത്വം കുഞ്ഞാണ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾക്കും കൗൺസിലുകൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏത് സമയത്ത് നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പുതിയ നിയമ വെളിപ്പാട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ എല്ലാ ഞായറാഴ്ചയും ദൈവാത്മാവിൽ ഞങ്ങൾ സാവകാശം ഒരുക്കിയിരിക്കുന്നു. രാവിലെ 7:45 മുതൽ 10:30 വരെ തൃശ്ശൂർ ടൗണിൽ വെച്ചും 9:30 മുതൽ 12 വരെ കുന്നംകുളം ടൗണിൽ വെച്ചും ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. പുതിയ നിയമ വെളിപ്പാടുകൾ ലോകവ്യാപകമായി പകർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജീവശബ്ദ മീഡിയ മിനിസ്ട്രിയിൽ ഏതെങ്കിലും നിലവാരത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എന്നുള്ള സാവകാശമുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള സഹായക സന്ദേശങ്ങൾ കേൾക്കുവാനായിട്ട് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ സെർച്ച് ചെയ്യുക സജി ജോർജ് തൃശ്ശൂർ. ഈ സന്ദേശങ്ങളുടെ മറ്റ് സഹായക സന്ദേശങ്ങൾക്ക് ലഭ്യമാണ്. വീണ്ടും കാണും വരെ കർത്താവിന്റെ ചിറകിനെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. തൃശൂർ ശക്തൻ മാർക്കറ്റ് ഷാലോം പ്രയർ ടീം ഈ വർഷം ഒരുക്കുന്ന 2ാമത് ആത്മീയ സംഗമം ജീവശബ്ദം 2015 തൃശൂർ ശക്തൻ നഗറിൽ 2015 ഒക്ടോബർ 18 ഞായർ വൈകിട്ട് മുതൽ നവംബർ 1 ഞായർ വരെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ സംഗമം. ലോകപ്രസിദ്ധ ശുശ്രൂഷകന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. 100-ൽ പരം വിശ്വാസികൾ ഇന്ത്യയുടെ ഉണർവിനു വേണ്ടി ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മീറ്റിങ്ങുകളിലേക്ക് ഞങ്ങൾ ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ പ്രഭാഷകരായ പാസ്റ്റർ സജി ജോർജ് തൃശൂർ, പാസ്റ്റർ കെ എ എബ്രഹാം തിരുവല്ല തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. സാദ്യത്ത് ഗോസ്ബൽ ടീം തിരുവല്ല സംഗീതം ആലപിക്കുന്നു. താമസ സൗകര്യം ആവശ്യമുള്ളവർ മുൻപ് കൂട്ടി ആവശ്യപ്പെട്ടാൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഏവർക്കും സ്വാഗതം. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും